ഹായ് ഫ്രണ്ട്സ്, ഒരു സ്കോട്ട്ലൻഡ് യാത്രയുടെ വിശേഷമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അമ്മ കുറേ നാളായിട്ട് ചാനലിന് വേണ്ടി എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചെയ്ത് നടത്തിയ ഒരു സ്കോട്ട്ലൻഡ് യാത്രയുടെ വിശേഷമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഞങ്ങളിതാ ബർമിംഗ്ഹാം എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് ഫ്ലൈറ്റിൽ പോകാമെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ ഈസി ജെറ്റ് എന്ന് പറയുന്ന ഒരു എയർലൈൻസ് വഴിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഒരു വ്യാഴാഴ്ച വൈകിട്ട് പോയി ഞായറാഴ്ച വൈകിട്ട് തിരിച്ചു വരത്തക്ക രീതിയിലാണ് നമ്മൾ ട്രിപ്പ് കംപ്ലീറ്റ് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ബർമിംഗ്ഹാം എയർപോർട്ടിലൂടെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബർമിംഗ്ഹാം എയർപോർട്ടിൽ നിന്ന് എഡിൻബ്രയിലേക്ക് പോയി അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഗ്ലാസ്ഗോയിലേക്ക് പോവുകയും പിന്നെ അവിടെ നിന്ന് ലോക്ക് ലമോണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിരുന്നു പ്ലാൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മൾ ബുക്ക് ചെയ്ത എയർലൈൻസ്. ബഡ്ജറ്റ് എയർലൈൻസ് ആണ്. വെറും 30 പൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ വൺ സൈഡ് യാത്രയ്ക്ക്. അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ നേരത്തെ എടുത്തത് കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നേരെ ചെക്ക് ഇൻ ചെയ്ത് യാത്ര തിരിച്ചു. കേവലം 1 മണിക്കൂർ മാത്രമേ ബർമിംഗ്ഹാമിൽ നിന്ന് എഡിൻബ്രയിലേക്ക് ഉള്ള യാത്രയുള്ളൂ. അപ്പോൾ സ്കോട്ട്ലൻഡ് എത്താറായപ്പോൾ ഉള്ള വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളങ്ങനെ നേരെ എഡിൻബ്ര എയർപോർട്ടിലേക്ക് എത്തി. എന്നിട്ട് വൈകിട്ടാണ് എത്തിയത്, വ്യാഴാഴ്ച വൈകിട്ട്. അവിടെ നിന്ന് നേരെ എയർപോർട്ടിൽ നിന്ന് തന്നെ ട്രാം സ്റ്റേഷനുണ്ട്. ഒരു ട്രാം എടുത്ത് നമ്മൾ അന്ന് തങ്ങാൻ പ്ലാൻ ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. എഡിൻബ്ര ഹൗസ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റ് ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഞാനും എൻ്റെ ഫ്രണ്ട്സോട് ചേർന്ന് ട്രാമിലെ ടിക്കറ്റ് എടുത്ത് ട്രാമിൽ കയറി ഒരു 20 മിനിറ്റോളം യാത്ര ചെയ്യേണ്ടി വന്നു. ആൾക്ക് 8 പൗണ്ട് എന്നുള്ള രീതിയിലാണ് ട്രാമിൻ്റെ കോസ്റ്റ് വന്നത്. ഞങ്ങൾ യാത്ര ചെയ്ത് അന്ന് നൈറ്റ് അവിടെ തങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ പോയി എഡിൻബ്ര ടൗൺ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ നിങ്ങളിലേക്ക് ഈ വിശേഷം ഞാൻ ഒരു 2-3 വീഡിയോസായിട്ട് എത്തിക്കണം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ വീഡിയോ. എഡിൻബ്രയിലേക്കുള്ള യാത്രയും ട്രാം യാത്രയും ഹോട്ടലിലേക്കുള്ള സ്റ്റേയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഇതാണ് ട്രാം സ്റ്റേഷൻ. ട്രാം ടിക്കറ്റ് എടുത്ത് ട്രാമിൽ കയറി നമ്മൾ നേരെ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിലേക്കാണ് പോയത്. പിന്നെ ഈ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ എഴുതി കൂട്ടിയ ഈ ട്രിപ്പിൻ്റെ ഒരു ഓവറോൾ പ്ലാനും ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ വെറുതെ കൊടുത്തിട്ടുണ്ട്. സ്ഥലങ്ങളൊക്കെ എവിടെ കാണണം എന്നുള്ളതെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസും റീൽസും ഒക്കെ കണ്ടാണ് മനസ്സിലാക്കിയത്. അതനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. ഞാനും എൻ്റെ സുഹൃത്തുക്കളായ ബാലമുരളിയും കണ്ണനുമായിട്ടാണ് ഈ യാത്ര നടത്തിയത്. ഓവറോൾ ട്രിപ്പ് അടിപൊളിയായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ അതിൻ്റെ മറ്റ് വിശേഷങ്ങൾ ഞാൻ അടുത്തുള്ള വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം.